ഹലോ again വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത്തവണ മീഷോന്ന് 6 പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തി ആയിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അത്യാവശ്യം ഞാൻ കൂടുതൽ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും കുറച്ചൊരു ലെങ്തി ആയി പോകും. അപ്പം കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു 2 പീസ് സെറ്റാണ് കേട്ടോ. പതാനി സ്യൂട്ട് എന്നാണ് ഇതിൻ്റെ നെയിം അതിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു വെറൈറ്റി ഒരു 2 പീസ് തന്നെയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. വേറെ കളേഴ്സൊന്നും അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊരു പ്രത്യേക തരം ഒരു കുർത്ത സെറ്റ് തന്നെയാണ് കേട്ടോ. ഒരു മോഡൽ ആദ്യമൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കുർത്ത, ഒരു നെക്ക് കോളറൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോഡൽ. ഒരു അടിപൊളി ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുർത്തയാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റിയാണ്. പിന്നെ വെസ്റ്റേൺ കുർത്ത എന്നും പറയാം, കാരണം ഒരു വെസ്റ്റേണിലൊക്കെ ലുക്കായിട്ടുള്ള നല്ലൊരു അടിപൊളി അല്ലേ സംഭവം. നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പം വൈറ്റ് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഈ നെക്കിൻ്റെ പറയുകയാണെങ്കിൽ നെക്കാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു കുറേ സീക്വൻസും കാര്യങ്ങളും, സീക്വൻസ് മീൻസ് ഈ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതിനൊക്കെ പേരിക്കാറില്ല കേട്ടോ. ഓരോ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്മേൽ. കണ്ടില്ലേ ഓരോ ചെണ്ടുകളൊക്കെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ചെണ്ടുകളാണ്. ഓരോ ചെണ്ടെല്ലാം എന്തെങ്കിലും പറയാൻ നമുക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ. അപ്പം ഈ ഇങ്ങനത്തെ ഒരു കുറേ നെക്കിൽ ചെറിയ സ്മോളാണ് കേട്ടോ, വലിയ ഹെവി ഒന്നുമല്ല. കുഞ്ഞ് കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിന് ത്രെഡ് വർക്കാണെങ്കിലും സിൽവർ വർക്ക് ത്രെഡ് അങ്ങനെ ഒരു വൈറ്റ് നല്ല ഭംഗിയുണ്ട്. ആ നെക്ക് കൊടുത്തിട്ട് ആ നെക്ക് നല്ല ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്തയിലോട്ട്. അടിപൊളിയാണ്. പിന്നെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ക്ലോത്തിലും ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. ഒരു സിൽവർ കളറിൽ വൈറ്റിൽ സിൽവർ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ബോഡി ഫുള്ളും കുർത്ത ഫുള്ളും ആ ഒരു ഡിസൈന് ലൈന് വരുന്നുണ്ട്. പിന്നെ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ. പിന്നെ നെക്ക് വരുന്നത് കോളറ നെക്കാണ്, ഹൈ നെക്കാണ്. നല്ല അടിപൊളി ഒരു നെക്ക് തന്നെയാണ് കേട്ടോ. അപ്പം വൈറ്റ് നല്ല പ്യൂർ വൈറ്റാണ് സംഭവം വരുന്നിട്ടുള്ളത്. പിന്നെ അതിൽ നെക്കിൽ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വർക്കും വന്നിട്ടുള്ളത് അടിപൊളി തന്നെയാണ് കേട്ടോ സംഭവം. പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ സംഭവം. ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ചൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇടാം. അതിലൊരു ടീഷർട്ടോ എന്തെങ്കിലും ഇന്നേഴ്സൊക്കെ യൂസ് ആക്കാനും പറ്റും. പിന്നെ അങ്ങനെ നോർമലായിട്ട് ഇടാനും പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇട്ടിട്ടൊന്നൊരു വൃത്തികേടൊന്നും തോന്നിയിട്ടില്ല. നെക്ക് ഇറങ്ങിയിട്ടൊന്നും നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൈ നോക്കാം. സ്ലീവ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡിലായിട്ട്. പിന്നെ നല്ല അത്യാവശ്യം ഒരു ചുരുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ചൊരു പഫി രൂപത്തിലും കിട്ടും, കുറച്ചിട്ട് നോർമൽ രൂപത്തിലൊരു പഫി കിട്ടും. എന്നാൽ നല്ല ലെങ്ത്തിൽ ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് നോക്കാം. ഇതിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി. അപ്പോൾ കുറേ നമുക്ക് സേവിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും പോകുന്നിടത്ത്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം 2 ഭാഗത്തും പോക്കറ്റൊന്നുമില്ല, ഒരു ഭാഗത്താണ് പോക്കറ്റ് വരുന്നത്. പിന്നെ സൈഡ് ഓപ്പൺ കുറച്ച് ഇറങ്ങിയിട്ടുള്ള സൈഡ് ഓപ്പൺ, ഒരു കുർത്ത ഒരു കയറിയിട്ടുള്ളൊരു സൈഡ് ഓപ്പൺ അല്ല, കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സൈഡ് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിലും അടിപൊളി അമേസിങ് ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് കേട്ടൊക്കെ നെട്ടും. അപ്പോൾ ജസ്റ്റ് 482 രൂപ മാത്രമേ ഇതിന് പ്രൈസ് ഉള്ളൂ കേട്ടോ. അടിപൊളിയല്ലേ, എന്തായാലും വെസ്റ്റേൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മസ്റ്റ് ട്രയൽ ഒന്നായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇന്നത്തെ തവണയുള്ളതിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പാൻറ്റ് നോക്കാം. പാൻറ്റ് വന്നിട്ടുള്ളത് ഒരു പലാസോ ഒരു ടൈപ്പിലുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. സെയിം ക്ലോത്തും സെയിം ഡിസൈനും. ആ ലൈനില്ല, ആ ഒരു ലൈൻ ത്രൂ ഔട്ട് ഫുള്ള് നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ കിട്ടും. മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ
മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റയോൺ ആണെങ്കിലും ഒരു കോട്ടൺ ടച്ചുള്ളൊരു റയോൺ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വൃത്തിയിട്ട റയോൺ, ആ ഒരു തൂങ്ങി നിൽക്കുന്ന റയോണിൽ അതല്ല കേട്ടോ, നല്ലൊരു കോട്ടൺ ടച്ചുള്ള നല്ലൊരു റയോൺ, നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ബാക്കും മുന്നൊക്കെ അലാസ്റ്റിക്കാണ് വരുന്നത്, പാൻറ്റിലെ ഹിപ്പിലൊക്കെ ഫുൾ അലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ എൻഡാണ് എനിക്ക് കാണിക്കാനുള്ളത്. ഈ ഒരു ഡിസൈനില്ലേ, നമ്മൾ ഈ ഒരു നെക്കില്ലേ, കുർത്ത സെറ്റിൻ്റെ നെക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈനും കാര്യമൊക്കെ നമുക്ക് പാൻറ്റിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. നമ്മൾ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. സംഭവം ലുക്കാണ്, വെസ്റ്റേൺ നൈറ്റ് വെയ്റ്റും അല്ലാണ്ടും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല, വൈറ്റ് അല്ലേ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ സംഭവം, അടിപൊളി സൂപ്പർബാണ് കേട്ടോ. പിന്നെ പോക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോൻ്റെ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. എല്ലാ വീഡിയോ ഞാൻ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല എല്ലാ വീഡിയോക്കും, അപ്പം ഒന്ന് നോക്കാം എവിടെയെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു സെയിം കളറിലല്ല കേട്ടോ, നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ വേറൊരു കളറിലാണ് വന്നിട്ടുള്ളത്. സെയിം പിക്ചേഴ്സ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ കൊടുത്താൽ എനിക്ക് ആ സെയിം കളർ എന്താണെന്നൊക്കെ മനസ്സിലാവും. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ വേറൊരു കളറിലാണ്, പക്ഷേ അടിപൊളി ലുക്കാണ് കേട്ടോ. അത് നേരിട്ട് കാണാനായിട്ട് എനിക്ക് അമേസിങ് തോന്നിയിട്ടുള്ള നല്ല ഒരു ഡ്രസ്സ് തന്നെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതിൽ പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ് ആക്കാം. ഇതിൻ്റെ ഡിസൈനും കാര്യവും എടുത്ത് പറയാനുണ്ട് കേട്ടോ ഇതിനെപ്പറ്റി. ഈ ഡിസൈനും ഇതിൻ്റെ ഷോളും നമ്മളൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപക്ക് ഇത് മേടിക്കും? ഒരു 2-3 ഉറുപ്പ് എന്തായാലും ഇതിന് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇത്തവണ ഈ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ ആ റേറ്റ് കേട്ടാൽ ഞെട്ടും. അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. ജസ്റ്റ് 686 രൂപ മാത്രമേ ഇതിന് പ്രൈസുള്ളൂ കേട്ടോ. നല്ല ലുക്കാണ്, നല്ല ലുക്ക് എന്ന് പറയില്ല, അതുപോലെ വാവ് എന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളിയാട്ടോ. ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ. അതുപോലെ ഈ ഒരു കളറൊക്കെ ഈ ഒരു കളറാണ് കുറച്ചൊക്കെ, ഈ ഒരു കണ്ടില്ല, ഈ ഞാൻ സൂം ചെയ്തപ്പോൾ കുറച്ചൊക്കെ കളർ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ, നല്ലൊരു ബ്ലൂ. ഞാനിതിന് ഫോട്ടോ എന്തെങ്കിലും കൊടുക്കാം. ഒരു ബ്ലൂ ആണ് സംഭവം, പക്ഷേ എങ്കിലും ഇതിൽ വേറൊരു ബ്ലൂ ആയിട്ട് തോന്നുന്നില്ലേ, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, നല്ല രസമുള്ളൊരു ബ്ലൂ ആണ് സംഭവം. അപ്പം നെക്കിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നെക്കിലും ഒക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്, ത്രെഡ് വർക്കും സീക്വൻസും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ മീഡിയം സൈസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലോത്തൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എത്ര സൂം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് നോക്കാം. സ്ലീവ് വന്നിട്ടുള്ള 3/4 സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ആ നെക്കിൽ വർക്ക് വന്നിട്ടുള്ള വർക്ക് അതേ സെയിം വർക്ക് സീക്വൻസും വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൈയിൻ്റെ എൻഡിലായിട്ടും കിട്ടുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും കോട്ടൺ സിൽക്കാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കോട്ടനും സിൽക്കും കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയാണ് സംഭവം കേട്ടോ. അത് സിൽക്കാണെന്നുള്ള ഒരു ഫീലൊന്നും തോന്നില്ല, ഒരു കോട്ടൺ ടച്ച് തന്നെയാണ് തോന്നുന്നത്. അപ്പം സിൽക്ക് എന്ന് പറയുമ്പം ഈ ഒരു ഗ്ലേസിങ്ങും ഒക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സിൽക്ക് കൊടുത്തിട്ടുണ്ടാവുക. നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ സൈഡ് ഓപ്പണിലൊന്നും നോർമൽ സൈഡ് ഓപ്പൺ തന്നെയാണ് വർക്കും കാര്യങ്ങളും. പിന്നെ ടോപ്പിൻ്റെ കുർത്തിൻ്റെ എൻഡിലായിട്ടും വർക്കും കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു 3 പീസ് സെറ്റാണ് കേട്ടോ. ഷോളും പാൻറ്റും ഒക്കെ ഉള്ളൊരു സെറ്റാണ്. ഞാനത് പറയാൻ വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 3 പീസ് സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാട്ടോ, അമേസിങ് ഡ്രസ്സാണ്, അടിപൊളി. പിന്നെ അതിൻ്റെ പാൻറ്റ് നോക്കുക. അതിന് പാൻറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പലാസോ പെയിൻറ്റും അല്ല, അതുപോലെ തന്നെ പെൻസിൽ പെയിൻറ്റും അല്ല, അങ്ങനത്തെ ഒരു ടച്ച് അതിൻ്റെ നടുവിലായിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ലുക്ക് തന്നെ സംഭവം. ബാക്കിൽ എലാസ്റ്റിക്കും മുന്നിൽ അല്ലാതെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഡ്രസ്സാണ്. ഞാനിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ആ ഒരു പാൻറ്റിൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഹിപ്പൊക്കെ വരുന്നത് ഇതേ ഒരു മോഡൽ തന്നെയാണ്. അത് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പം സെയിം ബ്ലൂ കളറിൽ തന്നെയാണ് നമുക്ക് പാൻറ്റും കിട്ടിയിട്ടുള്ളത്.
പാൻറ്റിൻ്റെ ബാക്ക് ഭാഗം അലാസ്റ്റിക്കാണ്, മുൻഭാഗം ഇതേപോലൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ആക്കാൻ പറ്റും. ഒരു ടൈറ്റനിങ് ചെയ്യാനായിട്ടും ഒക്കെ തന്നെ കംഫർട്ടായിരിക്കും. പിന്നെ സൈസ് നമ്മളെ സൈസ് തന്നെ കറക്റ്റ് എടുത്താൽ മതി. കൂട്ടുകയും കുറയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. ആ കുറയ്ക്കുമ്പോൾ കൂട്ടുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റുക. അപ്പം ഇനി അഥവാ എനിക്ക് ലൂസ് ടൈറ്റ് ആണെന്ന് വെച്ചാൽ ഉള്ളിൽ അത്യാവശ്യം അവർ കൊടുത്തിട്ടുണ്ടാകും, അതൊന്ന് കഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ കേട്ടോ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ, ഒരു സൈഡ് മാത്രമേ പോക്കറ്റ് ഉള്ളൂ. മീഷോന്ന് വാങ്ങുന്ന മിക്ക ഡ്രസ്സിനും പോക്കറ്റ് ഉണ്ടാവും. അതാണ് പിന്നെ വേഗം അത് തപ്പുന്നത് കേട്ടോ, പോക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മിക്ക ഡ്രസ്സിനും ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല പലാസോ പാൻ്റ് അല്ല, ഇത്രയൊക്കെ ഒരു വീതിൻ്റെ മുകളിലോട്ടായിട്ട് താഴോട്ട് വീതി ഇല്ല, താഴോട്ട് നോർമൽ ഒരു വീതിക്കാണ് അവർ കൊടുത്തത്. പെൻസിൽ ടൈപ്പിൻ്റെ പാൻറ്റില്ലേ, ആ ഒരു പാൻറ്റിൻ്റെയൊക്കെ ഒരു ഇതന്നെയാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ എൻഡിലായിട്ട്. അടിപൊളിയാണ്, പെയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും, ലുക്കായിരിക്കും കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് പാൻറ്റിൻ്റെ ഡീറ്റെയിലിങ് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട നോക്കാം. ദുപ്പട്ട പറയാനൊന്നുമില്ല ദുപ്പട്ടൻ്റെ കാര്യത്തിൽ, അടിപൊളി ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ഇത് അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ കോട്ടൺ സിൽക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു സിൽക്കിൻ്റെ ഒക്കെ ഒരു ഇതാണ് തോന്നുന്നത്. കോട്ടൺ ടച്ച് ചെയ്തിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ തലയിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ഷോളാണ് കേട്ടോ. നല്ല ഡിസൈൻ, ആ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ നോക്കി അടിപൊളിയായിട്ട് അമേസിങ് എന്ന് പറയാം. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ലുക്ക് എന്നെ തരുന്ന നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ സംഭവം. ഇത് നല്ലൊരു ഷോൾ, നമുക്ക് ആ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഷോൾ ഉണ്ടാവില്ലേ, ആ ഒരു ലുക്കാണ് കേട്ടോ സംഭവം. അടിപൊളിയാണ്, ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റ് വരുന്നത്. പക്ഷേങ്കിൽ ഇപ്പം മീഡിയം സൈസ് അവൈലബിൾ അല്ല. ഇപ്പം വന്നിട്ടുള്ളത് XL ആൻഡ് XXL ആണ് വന്നിട്ടുള്ളത്. ഞാൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 days മുന്നേ ആണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മീഡിയം സൈസും സ്മോൾ സൈസും അവൈലബിൾ ആണ്, ഇപ്പം കിട്ടാനില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അതില്ലെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് അത് കിട്ടും കേട്ടോ. അപ്പം ഒന്ന് സബൂറായിട്ട് നിന്നാൽ മതി സംഭവം, അപ്പോൾ നമുക്കത് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ റേറ്റിലും കുറയും കേട്ടോ, റേറ്റ് കുറയും കൂടൊക്കെ ചെയ്യും. കൂടുതൽ മാക്സിമം കുറവാണ്, കുറയാറാണ് സംഭവം കേട്ടോ പതിവ്. പിന്നെ ഒരു ചെണ്ടൊക്കെ വരുന്നുണ്ട്, 2 സൈഡിലും ചെണ്ടും വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത് പറഞ്ഞിട്ടില്ല, കണ്ടങ്ങനെ പോയിട്ടുണ്ടാവും. കാരണം പറയാനങ്ങനെ പിന്നെ വേറൊരു വിഷയത്തിലായിപ്പോയി എങ്ങനെ മാറിപ്പോയി കേട്ടോ. അപ്പോൾ ചെണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വീതിക്കും വലുപ്പത്തും തന്നെയാണ് വന്നിട്ടുള്ളത്, നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലും വീതിക്കുമാണ് കേട്ടോ. പിന്നെ കൂടുതൽ വീതിയാണ് എനിക്കിതിന് തോന്നിയിട്ടുള്ളത്, വലുപ്പമാണ് തോന്നിയിട്ടുള്ളത്. വീതി കുറച്ചൊരു കുറവുള്ളപ്പോൾ നോർമൽ ഷോളിന് ആ ഒരു കോട്ടൺ ചുരിദാറൊക്കെ ഞാൻ ഇതിൽ മേടിക്കുന്ന ആ ഒരു വീതി ഇല്ലാന്ന് തോന്നി. പക്ഷേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു വീതിക്കൊക്കെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് വന്നിട്ടുള്ളതും 3 piece സെറ്റ് തന്നെയാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിലാണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു 3 piece സെറ്റാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത്. ഒരു പിങ്ക് ഷെയ്ഡിലാണ്, കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് കേട്ടാൽ നിങ്ങൾ എപ്പം പറയുമ്പോൾ തന്നെ ഞെട്ടും, അത്ര പ്രൈസ് ഉള്ളൂ. നോർമൽ ഒരു 648 രൂപ മാത്രമേ ഇതിന് പ്രൈസ് ഉള്ളൂ കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു 3 piece സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് തന്നെയാണ് ഇതും. ഞാൻ ഇത്തവണ മേടിച്ചിട്ടുള്ളത് ഒന്നും പാഴായി പോയിട്ടില്ല കേട്ടോ, നല്ല സൂപ്പർ ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലാഷ് അടിച്ച് കാണിച്ചില്ല, ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എങ്കിൽ ഫ്ലാഷ് അടിച്ചിട്ട് എനിക്ക് വൃത്തികേടായി തോന്നി. പിന്നെ ഞാൻ നല്ല ഫ്ലാഷ് ഓഫാക്കി പിന്നെ ഇന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു നെക്കിലെ വർക്കാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയാനായിട്ടുള്ളത്. റൗണ്ട് നെക്കിൽ ഈ ഒരു അത് ഹെവി വർക്കാണ്, സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ, കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ക്ലോത്തിൽ തന്നെ, ക്ലോത്തും കാര്യങ്ങളും തന്നെ ഒക്കെ പറയാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ആ ഒരു സീക്വൻസും കാര്യം വർക്കും ഒക്കെ കൊടുത്തിട്ട് സൂപ്പർബാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു പ്രിൻറ്റും അതുപോലെ തന്നെ ക്ലോത്തും കാണിച്ചു തരാം കേട്ടോ, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്, ഞാനതൊന്നും വെറുതെ പറയുന്നതല്ല, അടിപൊളിയാണ്. പിന്നെ മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
മീഡിയം ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സൈസും വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. 3/4 സ്ലീവിൽ എൻഡിലായിട്ട് ഇതുപോലൊരു വർക്കും കൊടുത്തിട്ടുണ്ട്, കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഫ്ലോറൽ പ്രിൻ്റാണ്, ഒക്കെ ഫുള്ളായിട്ട് ഒരു പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു ഫ്ലോറലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാക്കല്ലേ ഈ ഒരു എൻഡിലായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ എൻ്റെ കയ്യിൻ്റെ. പിന്നെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ടോപ്പിൻ്റെ. ഇപ്പം സൈഡ് ഓപ്പണൊക്കെ നോർമൽ സൈഡ് ഓപ്പൺ തന്നെയാണ്. പിന്നെ എൻഡിലായിട്ടും ടോപ്പിൻ്റെ എൻഡിലായിട്ടും പ്രത്യേക വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നോർമലാണ്. പിന്നെ അത് ഞങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ആക്കാൻ പറ്റും. പാർട്ടി വെയർ ഞാൻ എടുത്ത് പറയുന്നത് അത്രക്കും വർക്കാണ് നമുക്ക് ആ ഒരു നെക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഫീസ് വെയറും അങ്ങനെയൊക്കെ എനിക്ക് യൂസ് ആക്കാൻ പറ്റും, ഡെയിലി യൂസിനൊക്കെ പറ്റും കേട്ടോ. ഡെയിലി യൂസിന് നമുക്ക് സങ്കടമാണ്, എന്നാലും വേണ്ടില്ല, ഡെയിലി യൂസിനൊക്കെ പറ്റും എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടോ. പിന്നെ ഞാൻ ഇതിനെ പാൻറ്റ് പരിചയപ്പെടുത്താം. പാൻറ്റ് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടോപ്പിൻ്റെ കളറാണെങ്കിൽ പോലും ഡിസൈന് മാറ്റേണ്ടത്, ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടത്. പിന്നെ നോർമൽ പാൻറ്റാണ്, പലാസോ പാൻറ്റല്ല, ഒരു നോർമൽ. പിന്നെ മുകളിലോട്ടൊക്കെ അത്യാവശ്യം വീതിക്ക് തന്നെ കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത്. ഹെവി തന്നെ ഉണ്ട്, നമുക്ക് ടൈറ്റായിട്ട് നിൽക്കൊന്നുമില്ല. അവിടെയൊക്കെ നല്ല ലൂസിലും. താഴോട്ട് വരുമ്പോൾ കുറച്ചൊരു അത്യാവശ്യം വീതി കുറഞ്ഞിട്ടുമാണ് വരുന്നത്. പിന്നെ ഇതാക്കുന്നതിൻ്റെ ഹിപ്പ് നോക്കാം. അവിടെ അലാസ്റ്റിക്, ബാക്കിൽ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. മുന്നിൽ ഇതുപോലൊരു കയറ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കയറ് എന്ന് വെച്ചാൽ നമുക്ക് വലിച്ച് കുടിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലായിരിക്കും, പക്ഷെ കട്ട് ചെയ്തിട്ടില്ല. ഒരു കട്ട് ചെയ്യാൻ മറന്നോ ഇതായിരിക്കും ചിലപ്പം, മേ ബി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ടൈറ്റനിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിങ്ക് ഷെയ്ഡ് തന്നെ ഒരു ഗ്രീനും യെല്ലോ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പ്രിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പം അതൊന്ന് കാണിച്ചാട്ടോ. അപ്പോൾ സൂം ചെയ്ത് അതൊക്കെ വൃത്തികേടാക്കുന്നില്ല, വൃത്തികേടാക്കി നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സൂം ആക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ അങ്ങനെ എടുത്ത് പറയാറുണ്ട്. കാരണം എടുത്ത് പറയുന്നത് എല്ലാ വീഡിയോയും കാണുന്നവരുണ്ടാവും, അവർക്ക് ദേഷ്യം പിടിക്കാനും മതി. പക്ഷേങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവില്ല, അവർക്കത് കംഫർട്ടായിരിക്കില്ല എൻ്റെ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത്. പിന്നെ ഇതാക്കണ അതിൻ്റെ എൻഡ് കണ്ടില്ല, എൻഡും അത്യാവശ്യം വീതി ഇല്ലാതെ നല്ല നോർമലായിട്ട് പെൻസിൽ പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു ടച്ചായിട്ട് വരുന്നൊരു പാൻറ്റ് എൻഡാണ് കേട്ടോ. അടിപൊളിയാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ, കണ്ടിട്ടും പിടിച്ചിട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ്, പ്യുവർ തന്നെയാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോളാണ് എടുത്ത് പറയുന്നത്. അത്യാവശ്യം ഈ ഷോളുകൊണ്ട് നമുക്കൊരു ടോപ്പും പാൻറ്റും അടിക്കാം, അത്രയ്ക്ക് വീതിയുള്ള വലുപ്പത്തിലാണ് അവർ ഷോൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഈ ഒരു പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ള അത്യാവശ്യം നമുക്ക് ബെഡ്ഷീറ്റായിട്ട് ബെഡ്മേൽ വിരിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ഷോൾ അവർ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയിട്ട് അമേസിങ്, സൂപ്പർബാണ്, വാവെന്ന് പറയാം. അത്രയ്ക്ക് വലുപ്പത്തിൽ അവരുണ്ടോ. ഇത്രയും വലുപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇനിയുണ്ട് വലുപ്പം എടുക്കാനായിട്ടും വേണ്ടോ. ഇവിടം വരെ വലുപ്പം. ഇത് വീതി നോക്കിയാൽ, വീതി നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബെഡ്ഷീറ്റായിട്ട് യൂസ് ആക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വീതി കണ്ടവർ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് നന്നായിട്ട് മടക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം എന്തായാലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റുന്നൊരു ദുപ്പട്ടയും പാൻറ്റും സെറ്റായിട്ടുള്ള ഒരു സെറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എവിടെയെങ്കിലും കൊടുക്കും, അതൊക്കെ കണ്ട് നോക്കാം കേട്ടോ. പിന്നെ പ്യുവർ പിങ്ക് തന്നെയാണ്, പിങ്ക് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു പിങ്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം മാറ്റമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരികയാണ്, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ കൺഫ്യൂഷനുള്ള ആൾക്കാർ ഇഷ്ടമല്ലോ. ഞാനും ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടം പോലെ കൺഫ്യൂഷൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പം അവരൊന്ന് നോട്ട് ചെയ്യട്ടെ. പിന്നെ ഇങ്ങനെ എടുത്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെയും പറയുന്നില്ല. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഞാൻ സ്പീഡാക്കി പോകാട്ടോ, അത്യാവശ്യം ലെങ്ത്തായി പോയി നമ്മളുടെ വീഡിയോ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡാക്കി
പറഞ്ഞത്. ചിലപ്പം കുറേ മിസ്സാക്കുന്നതുണ്ടാവും, പറയാൻ വിടുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ, നമ്മളെന്തൊക്കെയാണ് വിട്ടുപോയതെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സ്പീഡാക്കി ഇങ്ങനെ പോകുന്നത് കൊണ്ട് ലെങ്ത് അധികം ആക്കണ്ടെന്ന് വിചാരിച്ച് സ്പീഡാക്കി പോവാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു 2 പീസ് സെറ്റാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കളറും ഈ ഒരു സെയിം കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ഹെവി കളറും ആ ഒരു ഇതൊക്കെ തന്നെ നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ, ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതിന് സൂമാക്കി കാണിച്ചു തരാം. ഇതിന് നെക്കും കാര്യങ്ങളും വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ജസ്റ്റിൻ്റെ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബ്ലൂ ആൻഡ് യെല്ലോ വൈറ്റ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, അമേസിങ് ഡ്രസ്സ്, സൂപ്പർബാണ്. പിന്നെ മസ്റ്റ് ട്രൈ ചെയ്യാനുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് നേരത്തെ പറഞ്ഞ ഈ തവണ വാങ്ങിയിട്ടുള്ള ഒരു സാധനവും ഫ്ലോപ്പ് ആയിട്ടില്ല. അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. നെക്ക് റൗണ്ട് നെക്ക് ആണെങ്കിൽ പോലും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു വീൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കൈ 3/4 സ്ലീവ് തന്നെയാണ് വരുന്നത്. ആ ഒരു കൈയിൻ്റെ എൻഡിലായിട്ടും ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിലുള്ള ആ ഒരു വർക്കില്ലേ, ആ ഒരു വർക്കും കട്ടിങ്ങും ഒക്കെ നമ്മളെ ടോപ്പിൻ്റെ എൻഡിലായിട്ടും സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ എൻഡിലല്ല, സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡ് ഓപ്പൺ വരുന്നത് നോർമൽ സൈഡ് ഓപ്പൺ തന്നെയാണ്. വർക്കും കാര്യങ്ങളും വേറെ ഇതൊന്നും കൊടുത്തിട്ടില്ല, സൈഡ് ഓപ്പൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ മീഡിയം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസാണ് ഞാൻ പറയുന്നത്, സ്മോൾ തൊട്ട് XXL വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസ് 343 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്തായാലും തല്ലേ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും വേർത്തായിട്ടുള്ള ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റിയാണ്, ഡ്രസ്സിൻ്റെ ക്വാളിറ്റി പറയാൻ നല്ല അടിപൊളിയാണ്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതൊരു പാൻറ്റ് കണ്ടില്ലേ, പാൻറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പാൻറ്റും പലാസോ പാൻറ്റല്ല, പെൻസിൽ പാൻറ്റും അല്ല, ആ ഒരു ടൈപ്പിലുള്ള ഒരു പാൻറ്റിൻ്റെ നടുവിലുള്ള ഒരു പാൻറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ടൈറ്റിനും ചെയ്യാം, അല്ലെങ്കിൽ ലൂസിൽ അങ്ങനെ തന്നെ നോർമലായിട്ട് ഇടാനും പറ്റും. പിന്നെ കാഷ്വൽ വെയർ ആയിട്ടാണ് കൂടുതലും യൂസ് ആക്കാൻ പറ്റും തോന്നുന്നത്. ഓഫീസ് വെയർ ആയിട്ടും അങ്ങനെ പാർട്ടി അങ്ങനത്തെ ഇതിനൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. പക്ഷേ പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു അത്ര ഹെവി വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതിൽ. പിന്നെ ജസ്റ്റ് 300 സംതിങ്ങിൻ്റെ പ്രൈസിൻ്റെ സാധനമല്ലേ, അത് അത്രയൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ നല്ല അതിന് നല്ല അതിനല്ല കേട്ടോ, അതിനേക്കാളും മേലെ നല്ല വേർത്തായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി അമേസിങ് ആണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാൻറ്റും കാര്യങ്ങളും ഡിസൈനും ഒക്കെ തന്നെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കാണിക്കുന്നത് പോലെ തന്നെ ആണ് കേട്ടോ. ഷോളില്ലാന്നിട്ട് ഇതേ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. അല്ല അമേസിങ്. ഞാൻ ഇത്തവണ മേടിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയില്ലേ, ആ സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കാണാനായിട്ട്. ഇതിൻ്റെ സൈസ് ഉണ്ടല്ലോ, സ്മോൾ മുതൽ 4XL അതുവരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളിയാണ്, അമേസിങ് ഡ്രസ്സാണ് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് ഓഫീസ് വെയർ ആയിട്ടും എന്തായാലും പാർട്ടി വെയർ ആയിട്ടും യൂസ് ആക്കാൻ പറ്റും. നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെ സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. എന്താ പറയേണ്ടത് അറിയില്ല, അത്രയ്ക്ക് ലുക്ക് തരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഒരു നെക്കിൻ്റെ ഒരു പൊസിഷനിൽ ഒരു ഒരു സീക്വൻസ് കാര്യമായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളും വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറൽ പ്രിൻ്റാണ്, ഫുള്ളായിട്ട് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അമേസിങ്. പിന്നെ അലയ്ക്കാനൊന്നും പോവാത്ത ഒരു ടൈപ്പ് തന്നെയുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ നെക്ക് വരുന്നത് വി നെക്കാണ്, മീഡിയം സൈസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു നെക്കിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു ഇതില്ല മിറർ വർക്ക് പോലത്തെ ഒരു മിററിൻ്റെ ഒരു ടൈപ്പിലുള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവാണ്. ആ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു പൈപ്പിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പിംഗ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം കളറും ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് ഉള്ളത് കേട്ടോ. ഞാൻ വേറെ വെറൈറ്റി വീഡിയോ എടുത്തതുകൊണ്ട് വേറെ കളറും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സെയിം കളറും സെയിം ഡിസൈനും സെയിം സാധനമാണ് കേട്ടോ. സൂപ്പറാണേ.
ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 659 രൂപയാണ് കേട്ടോ. എന്തായാലും വേർത്താണ്, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും വേർത്താണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സൂപ്പറാണ്. എനിക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നുള്ളത് ഞാൻ പറയുന്ന അത്രയ്ക്ക് അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ഓരോരുത്തർ ഇങ്ങനെ കമൻ്റായിട്ട് ചോദിക്കലുണ്ട് ലിങ്ക് എവിടെ, കോഡ് എവിടെ എന്നൊക്കെ ഞാനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടാത്തവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അവർക്ക് പേഴ്സണലി അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാം കേട്ടോ. തരികയാണേ കാണിച്ചു തരുന്നതിൽ ഈ സ്റ്റിച്ചിങ് ഈ ഒരു പൈസക്ക് തന്നെ നമുക്ക് എത്രത്തോളം സ്റ്റിച്ചിങ് ആണ് അവർ ചെയ്തു തരുന്നതെന്നുള്ളതെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ലോക്കടിയൊക്കെ ആയിട്ട് നല്ല വൃത്തിക്കാരനാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ ശരിക്കും ഒരു നോർമൽ തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ആണെങ്കിൽ പോലും നമുക്കൊരു 500 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും ഒരു ഫുള്ളായിട്ടൊരു സെറ്റ് അടിച്ച് കിട്ടണമെങ്കിൽ. അപ്പോൾ ആ ഒരു പൈസക്ക് നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയാണല്ലോ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് ഫുൾ ഫ്ലോറലാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെവി ഒരു പലാസ ഒരു ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. ഹെവി ആണെങ്കിലും ഈ ഒരു എൻഡിലായിട്ട് ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്, ഒരു ടൈറ്റിങ് ചെയ്യാൻ പറ്റില്ല ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് നിന്നോളും. അങ്ങനെയാണ് കേട്ടുള്ളത്. അപ്പം അത്യാവശ്യം പലാസോ പാൻറ്റ് തന്നെ പറയാം, കാരണം അത്രക്കും ഹെവി വീതിക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. പോക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നോർമലാണ്. പിന്നെ ആ ഒരു പ്രിൻറ്റും കാര്യം ടോപ്പിനൊക്കെ വന്നിട്ടുള്ള ആ ഒരു തനി പ്രിൻറ്റും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പാൻറ്റിൻ്റെ ഇതിന് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അലാസ്റ്റിക് നോക്കുകയാണെങ്കിൽ ബാക്കും മുന്നൊക്കെ തന്നെ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ ഒരു പാൻറ്റ് തന്നെയാണ്, നല്ല ഹെവി നല്ല ക്ലോത്താണ് കേട്ടോ. കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. കോട്ടൺ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഇത് സംഭവം അഫ്ഗാനി കുർത്തയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണല്ലേ, സൂപ്പറല്ലേ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒന്നാണ് കേട്ടോ. അതും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റ് കാണില്ല, പാൻറ്റിൻ്റെ എൻഡിൽ ഈ ഒരു കട്ടിങ് കൊടുത്തതുകൊണ്ട് നമുക്ക് കാലിൻ്റെ താഴോട്ട് ഇറങ്ങി പോവില്ല. ആ ഒരു വൃത്തിക്ക് അഫ്ഗാനി സ്യൂട്ട് നിങ്ങൾക്ക് അറിയില്ല, അത് ഒരു വൃത്തിക്ക് നിൽക്കുന്ന ഒരു ലുക്ക് തന്നെ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ മേനോട്ടൊക്കെ അത്യാവശ്യം ചുരുക്കമായിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം മുകളിൽ അത്യാവശ്യം പലാസോ പാൻറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ചുരുക്കിലായിരിക്കും കിട്ടുക. അപ്പം വൃത്തിക്ക് നിൽക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അമേസിങ് ആണ്, സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വലിയ എമൗണ്ടൊന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് എന്തായാലും വേർത്താവും, ഉറപ്പാണ്. വേർത്തായിട്ടില്ലെങ്കിൽ കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നാൽ അത് തിരിച്ചയച്ചാൽ മതി. അത് കാരണം കുറേ സെല്ലേഴ്സ് ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ മേടിക്കുമ്പോൾ ഞാൻ മേടിച്ച അതേ ഒരു ലിങ്ക് തന്നെ കയറിയിട്ട് മേടിക്കാൻ നോക്കുക, എന്നാലും ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ വേറെ ഏതോ ലിങ്ക് കയറിയിട്ട് വേറൊരു പ്രൊഡക്റ്റ് കണ്ട് ഇതിലേക്കും വില കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടപ്പോൾ വേഗം അത് പോയി മേടിച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തരുന്ന ലിങ്ക് ഏതാണോ അതിൽ കയറിയിട്ട് മേടിക്കാം കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ മേടിച്ച അതേ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട നോക്കാം. ദുപ്പട്ട വരുന്നത് ഈ ഒരു അത്യാവശ്യം നല്ല ഹെവി ലെങ്ത്തിലും വിഡ്ത്തിലും ഒക്കെ വരുന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വെറൈറ്റി ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു റെഡ് ഷെയ്ഡിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് വർക്കിലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷേ ഇതിൻ്റെ ഒരു ദുപ്പട്ട കണ്ടില്ലേ, ഒരു നെറ്റ് മോഡലാണ് ഇത് വന്നിട്ടുള്ളത്. ഉള്ളോട്ട് കാണുമെന്ന് വെച്ചാൽ അത്യാവശ്യം കാണാൻ മതി, മുടിയൊക്കെ കാണാൻ മതി. പക്ഷേങ്കിൽ മടിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ അത്ര അത്യാവശ്യം വീതിക്കല്ല കൊടുത്തിട്ടുള്ളത്, അപ്പം വലിയ കാണില്ല എന്ന് തോന്നുന്നുണ്ട്. മടിക്കൊക്കെ ഇടുമ്പോൾ കാണൂല, എന്നാലും ഹെവി ആയിട്ടൊന്നും കാണില്ല. ശരിക്കും കറക്റ്റ് നെറ്റല്ല, ഞാൻ ഇത്രയും സൂമാക്കി കാണിച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ശരിക്കും ദൂരത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മളല്ലാതെ ഇങ്ങനെ പെയർ ചെയ്തുമ്പോൾ അത്ര തോന്നുന്നില്ല കേട്ടോ. നമുക്ക് അത്ര മുടി കാണുന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട, എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ടുള്ള ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അടിപൊളിയല്ലേ. റെഡ് ഷെയ്ഡിൽ ആ ഒരു ടോപ്പിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട സൂപ്പറാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടും തീർച്ച. പിന്നെ കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ ഫോളോ ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അവരൊന്ന് ഫോളോ ചെയ്തിട്ട് കാണാം കേട്ടോ പ്ലീസ്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് 3 പീസ് സെറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ കേട്ടാൽ നെട്ടും, ഇതിൻ്റെ വില കേട്ടാൽ
അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് 391 രൂപക്കാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ട്രെൻഡായിട്ട് യൂസ് ആക്കാൻ പറ്റും. ട്രെൻഡ് മീൻസ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ആക്കാന്ന് പറയില്ല, ആ ഒരു ഡ്രസ്സിൽ പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടത്. ഞാനും 391 രൂപക്ക് വാങ്ങിയിട്ട് എനിക്കിത് കിട്ടിയപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ആയി. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വെച്ചാൽ ഇത് നിങ്ങൾ വേറൊരു ഡ്രസ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നും എന്തായാലും വാങ്ങിക്കാം. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഈ ഒരു കളറും കോമ്പിനേഷനും പിന്നെ കുറേ കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഹാഷ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, കുറേ അധികം കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു സൂം ആക്കി കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ പറയേണ്ടിക്കറിയില്ല, എങ്ങനെ വർണ്ണിക്കണമെന്ന് കറിയില്ല. അത്രയ്ക്ക് ഡ്രസ്സുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ. പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ വർക്കും കാര്യങ്ങളും ഡിസൈനും ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് 399 രൂപ അല്ലേ, അവർക്ക് അതിൻ്റേതായ ഒരു മാന്യതവരും കാണിക്കണ്ടേ, അവർക്കും വേണ്ട ഒരു ലാഭം അതായിരിക്കും. എന്തായാലും അവർക്ക് ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് മീശോക്കാർ ഇങ്ങനെ തന്നാൽ അവർക്ക് എന്ത് ലാഭം ഉണ്ടാവാനാണ്. അത്രയും നല്ല ക്വാളിറ്റിയാണ് ശരിക്കും, നല്ല ക്വാളിറ്റി അവരുടെ ഡ്രസ്സും കാര്യമൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. അടിപൊളിയായിട്ട് അമേസിങ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഒരു ഹാഷ് കളറിൽ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വേർത്താവും, മേടിച്ച് നോക്കുക. കൈയും കാര്യം ലെങ്ത്തിൻ്റെ 3/4 ലെങ്ത്ത് വരുന്നത്. ലെങ്ത്ത് ഹാൻഡിലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. നോർമലാണ്, പ്യുവർ നോർമൽ ബാക്കിയൊക്കെ നോർമലാണ്. സൈഡ് ഓപ്പൺ വരുന്നുണ്ട്, ഒക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡാണ്. സ്മോൾ സൈസ് XXL സൈസ് വരെ സ്മോൾ തൊട്ട് XXL വരെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ കോട്ടൺ ബ്ലെൻഡാണ്. പിന്നെ കോട്ടൺ എണ്ണാണെന്നാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ പിടിച്ചാലൊക്കെ നമുക്ക് ആ ഒരു ഇതാണ്. പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഒരു ടോപ്പിനും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഒരു ഡ്രസ്സും അങ്ങനെ മേല് കാണുന്ന രൂപത്തിലോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യം ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. കാരണം സ്റ്റിച്ചിങ്ങിൽ വരെ അവർ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെയാണ് എല്ലാം സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ. 391 രൂപയ്ക്ക് 3 പീസല്ലേ കിട്ടുന്നത്, 3 പീസ് സെറ്റല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താ വേണ്ടത്, വെറുതല്ലേ, ഓടിപ്പോയി മേടിച്ചോളൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിലിങ് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ പാൻറ്റ് നോക്കാം. പാൻറ്റ് വന്നിട്ടുള്ളതും സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ. എന്തായാലും നമുക്ക് വേർത്തായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ അത് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു പാൻറ്റിൻ്റെ അലാസ്റ്റിക്കും കാര്യമൊക്കെ നോക്കി നമ്മൾ ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ലുക്ക് തരുന്നില്ല സംഭവം. കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും ഇതും, അല്ല അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ നോക്കി അതിൻ്റെ പാൻറ്റ് ബാക്കിൽ എലാസ്റ്റിക്കും മുന്നിൽ അല്ലാതെയൊക്കെ വന്നിട്ടുള്ള ആ ഒരു ശരിക്കും നല്ല റേറ്റിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു ഡ്രസ്സ് പോലെയല്ലേ സംഭവം. പിന്നെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിക്കാണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഗ്രീൻ കളറിലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ സൂപ്പറാണ് കേട്ടോ ഡ്രസ്സ്. നല്ല സൂപ്പർ എന്ന് വെച്ചാൽ എങ്ങനെ പറയുക, ഇത്രയൊക്കെ സൂപ്പർ അടിപൊളി. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പാൻറ്റ് ലെങ്തിലായിട്ടും ഇതുപോലെ കട്ടിങ് ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെൻസിൽ പാൻറ്റ്, മോഡലർ പെൻസിൽ പാൻറ്റാണ്, പലാസോ പാൻറ്റ് അല്ല കേട്ടോ, സാധാ നോർമൽ പാൻറ്റാണ്. ഇനി നമുക്ക് ദുപ്പട്ട നോക്കാം. അതിൻ്റെ ഒരു ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ. ഒരു കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറയാം. ആ ഒരു സിൽക്കല്ല, ഒരു കൊഞ്ഞ തുണിയാണ്. പക്ഷേങ്കിൽ ഒരു വെറൈറ്റി ഉണ്ട്. ഒരു കോട്ടൺ അല്ല, കോട്ടൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, വേറൊരു മോഡലാണ് കേട്ടോ അത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഷോളൊക്കെ നല്ല വൃത്തിയുണ്ട്. പക്ഷേങ്കിൽ ഒരു കോട്ടൺ അല്ലാന്ന് തോന്നുന്നുണ്ട്. അവർ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡാണ്. പക്ഷേങ്കിൽ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. മേ ബി എനിക്ക് പിടിച്ചിട്ട് അങ്ങനെ ഒരു തോന്നില്ല. ഒരു ഗ്ലേസിങ് ഉള്ളൊരു തുണിയില്ലേ, ആ ഒരു ടൈപ്പ് തുണിയായിട്ട്. പക്ഷേ തലേന്നൊക്കെ നിൽക്കുന്ന നല്ല വൃത്തിയുള്ളൊരു ഷോളാണ്. സൂപ്പറാണ്. എൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയല്ല. അത്യാവശ്യം ലെങ്ത്തിലും വിടത്തിലും വീതിക്കും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അമേസിങ് പറഞ്ഞിട്ട് എനിക്ക് തന്നെ മതിയായി. നിങ്ങൾക്ക് തന്നെ ചടിക്കാൻ മതിയല്ലേ. സോറി കേട്ടോ അധികം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു പാൻറ്റിന് വന്നിട്ടുള്ള ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു പ്രിൻറ്റും കാര്യവും യെല്ലോ കളറിലും ഷെയ്ഡിലൊക്കെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാനുള്ളത്.
മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വേർത്താവും ഉറപ്പാണ്. അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് അറിയിച്ചാൽ മതി വേർത്തല്ല എന്നുള്ളത്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ മേടിച്ചിട്ട് കമൻറ്റ് അറിയിക്കണേ. മേടിച്ച് ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ട് ഡ്രസ്സ് നോക്കിയിട്ട് ഞാൻ കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പം ഇനി ഞാൻ നിർത്താണ്. ഇത്ര അത്യാവശ്യം ലെങ്ത്തായി പോകും. ഞാൻ പറഞ്ഞ് ചടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഹെവി ലെങ്ത്താണ്. അപ്പം ഓക്കെ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഏത് തരം വീഡിയോ ആണ് മീഷോ വീഡിയോ വേണ്ടി ഹോൾ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതൊന്ന് നോക്കട്ടോ. അപ്പം കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് എന്തായാലും അറിയിക്കുക. ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അടങ്ങമർത്തി അങ്ങനെ ഇതൊക്കെ ഞാൻ എന്താക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പോവാണ്. ബൈ, സീ യു. Thank you for watching. Thank you all.